യെസ്, എന്തായാലും പുതിയ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കൃത്യമായി, അതായത് തെക്കൻ കേരളം, മധ്യ കേരളം, മലബാർ ഇങ്ങനെയുള്ള സോണുകളിൽ നിന്ന് അടക്കമുള്ളവർ മന്ത്രിമാരായി എത്തേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്ന് മന്ത്രിമാർ ഉണ്ടാകും, പരിഗണന ലഭിക്കും എന്നാണ് മുഹമ്മദ് ഷിയാസ്. അദ്ദേഹം വി.ഡി. സതീശന്റെ വിശ്വസ്തൻ കൂടിയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ആൾ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നവമി ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വി.ഡി. സതീശൻ എത്തിയതിനു ശേഷമുള്ള കൂടിക്കാഴ്ചകൾ ഒക്കെ നടന്നിട്ടുള്ളത്. ടീം UDF എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ഇപ്പോൾ ലഭിക്കുന്ന പേരുകളും സൂചനകളും ഒക്കെ അനുസരിച്ച് അദ്ദേഹത്തോട് കൂടുതൽ തൽപരരായവർ ആയിരിക്കണമെന്നില്ല മന്ത്രിസഭയിൽ ഇടം നേടുക. പക്ഷേ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്നതാണ്. ഇനിയിപ്പോൾ കുളം കലക്കിയാൽ അതിൻ്റെ ദോഷം എന്നത് UDFന് തന്നെയാണ്. അതുകൊണ്ട് താല്പര്യമില്ലായ്മ എന്നതിനൊക്കെ അപ്പുറത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാനുമാകില്ല. എന്താണ് ഇപ്പോഴും ഈ വി.ഡി. പക്ഷത്തിൻ്റെയും ഒപ്പം വി.ഡി. സതീശൻ്റെയും ഒക്കെ ആത്മവിശ്വാസം? ഇന്നിപ്പോൾ അധികമൊന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ മാധ്യമപ്രവർത്തകർ വി.ഡി. സതീശൻ എറണാകുളത്ത് നിന്ന് തിരിക്കുമ്പോഴടക്കമൊക്കെ തുടർച്ചയായി ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നുവെങ്കിലും കാര്യമായൊന്നും പ്രതികരിച്ചില്ല. ഇപ്പോഴും എല്ലാ മാധ്യമപ്രവർത്തകരും വി.ഡി. സതീശൻ എന്താണ് പറയാനുള്ളത് എന്നതിനു വേണ്ടി കാതോർക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി മൈക്കുകളും മറ്റുമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇതാ പ്രതികരിക്കുന്നില്ല. എന്തായാലും നവമി, ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയ വി.ഡി. സതീശൻ കാര്യമായ പ്രതികരണത്തിനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർ എന്തൊക്കെ പ്രതീക്ഷകളാണ് അവരുടെ ഉള്ളിലുള്ളത്? അഭിലാഷ്, എന്തായാലും മന്ത്രിസഭാ ചർച്ചയുമായി ബന്ധപ്പെട്ട്, രൂപീകരണവുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും ഇന്നലെയും ഇന്നുമായിട്ട് തയ്യാറായില്ല. ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹം ചെല്ലുന്നിടത്തുമൊക്കെ വലിയ പ്രവർത്തകരുടെ സ്വീകരണമാണുള്ളത്. വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ അദ്ദേഹത്തിനെ വലിയ സ്വീകരണം, ആർപ്പുവിളികളോടും മുദ്രാവാക്യങ്ങളോടും കൂടിയാണ് പ്രവർത്തകർ സ്വീകരിച്ചതും. ഇന്ന് രാവിലെയും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പ്രമുഖരടക്കം, സിനിമാ താരങ്ങളടക്കം വന്ന് കണ്ടതിന്റെ ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം MLA റോജി എം ജോണുമുണ്ട്. എന്തായാലും MLA മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിനോടൊപ്പം പോയിട്ടില്ല. പക്ഷേ എയർപോർട്ടിൽ യാത്രയേക്കാൻ ഷിയാസും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച ആദ്യമായി നടത്തിയത് ഷിയാസാണ്. മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് എറണാകുളത്ത് നിന്ന് വേണം, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ഒരു ഒരാൾ മുഖ്യമന്ത്രി ആയാൽ നന്നായിരിക്കുമെന്ന ആദ്യത്തെ പ്രസ്താവന നടത്തിയത് ഷിയാസ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഷിയാസ് പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ഷിയാസ് തുടങ്ങി വെച്ച ആ ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് ഏറ്റവും അവസാനം നമ്മൾ കാണുമ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന്, പറവൂരിൽ നിന്നുള്ള ഒരു MLA ആണ് മുഖ്യമന്ത്രിയായി ഇപ്പോൾ നിയമസഭയിലേക്ക് എത്താൻ പോകുന്നത്. ഇനിയുള്ളത് മന്ത്രിസഭാ ചർച്ചകളാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമാണ് നമ്മൾ ഷിയാസിൽ നിന്നും തേടിയത്. മുഖ്യമന്ത്രിയെ എറണാകുളത്ത് നിന്ന് വേണമെന്ന് പറഞ്ഞല്ലോ. ഇനി മന്ത്രിമാരുടെ കാര്യത്തിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് ഷിയാസ് പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്നും മന്ത്രിമാരുണ്ടാകും, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നിന്നും മന്ത്രി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. അതിൽ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ TJ വിനോദ്, അൻവർ സാദത്ത്, റോജി എം ജോം അടക്കമുള്ളവർ വർഷങ്ങളായി നിയമസഭയിലേക്ക് എത്തുന്നവരാണ്, MLA-മാരാണ്. അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും ഷിയാസ് അടക്കമുള്ളവർ. നമുക്കറിയാം, വി.ഡി. സതീശന്റെ അനുയായിയാണ്, എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് ഷിയാസ്. അപ്പോൾ ഷിയാസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആവശ്യം അതും പരിഗണിക്കും. ചിലപ്പോൾ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഷിയാസിന്റെ ഒക്കെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ആവശ്യം ചിലപ്പോൾ പരിഗണിച്ചേക്കാം എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. മറ്റൊന്ന്, DCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായോ എന്നാണ്. മുഹമ്മദ് ഷിയാസ് MLA ആയി നിയമസഭയിലേക്ക് പോകുമ്പോൾ പുതിയ DCC പ്രസിഡന്റ് ആവശ്യമാണ്. അത് ആരായിരിക്കും എന്നൊരു ബാക്കിയാകുന്നു. നേരത്തെ അത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ നമുക്കറിയാം, പെരുമ്പാവൂരിലെ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിയെ DCC പ്രസിഡന്റായിട്ട് സീറ്റ് നൽകിയില്ലെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽദോസ് കുന്നപ്പള്ളിയെ പരിഗണിച്ചൂടെ, അല്ലെങ്കിൽ പരിഗണിച്ചേക്കും എന്ന തരത്തിലുള്ള
ചർച്ചകളൊക്കെ ആ സമയത്ത് നടന്നിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും വന്നിരുന്നില്ല. എന്തായാലും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു അടുത്തൊരു മത്സരം വരുമ്പോൾ ജോസഫ് വാഴിക്കൻ, അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവരുടെ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഓരോ ചർച്ചകൾ അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മന്ത്രിസഭയിലെ ചർച്ച അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും KPCC പ്രസിഡന്റ് ചർച്ച, DCC പ്രസിഡന്റ് ചർച്ച, ഇതൊക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാകും. നിലവിൽ മുഹമ്മദ് ഷിയാസ് പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് കേരള കോൺഗ്രസിൽ നിന്നും മന്ത്രിമാർ ഉണ്ടാകുമെന്ന് തന്നെയാണ്. യെസ്, അതാണ് കന്റോൺമെന്റ് ഹൗസിലേക്ക് ഇപ്പോൾ VD സതീശൻ എത്തിയിട്ടുണ്ട്. അവിടെ നിർണായകമാകുന്ന ചർച്ചകൾ ആണ് നടക്കുന്നത്. അതേസമയം VD സതീശനുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടേതായ പ്രതീക്ഷകളുണ്ട്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് വിജയിച്ച് കയറുമ്പോൾ അവിടെ ജില്ലാ മേധാവിയുടെ ഒരു ഒഴിവ് വരുന്ന സാഹചര്യമുണ്ട്. എൽദോസ് കുന്നപ്പള്ളി ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ആ DCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുമോ എന്നത്, ആരൊക്കെയാണ് ആ പേരിൽ പരിഗണനാ പട്ടികയിലുള്ളത്, അവരിൽ നിന്ന് ആർക്കാണ് നറുക്ക് വീഴുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് ഇനി സംഘടനാ തലത്തിലും കടക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.